NRI Diary from Central Europe പാർട്ട് 1. ഉണ്ണിയേട്ടൻ. അംബാസിഡറുമായുള്ള NRI മീറ്റിംഗിൽ വെച്ചാണ് ഘോരഘോരം തൻ്റെ പരാധീനതകളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണി സക്കറിയ എന്ന ഉണ്ണിയേട്ടനെ ഞാൻ ആദ്യമായി കാണുന്നത്. തൻ്റെ കല്യാണം കഴിഞ്ഞ് മാസം 8 ഭാര്യയെ ഇതുവരെ ഒരു വിസ തരപ്പെടുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്നുമുള്ള ദുഃഖം ഇന്ത്യൻ എംബസിക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഉയർത്തുകയാണ് ഉണ്ണിയേട്ടൻ. ഫോറിൻ പോലീസിൻ്റെ ചില പേപ്പറുകൾ വിട്ടുകൊടുക്കാനുള്ള അനാസ്ഥയാണ് അതിന് കാരണമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹത്തിനെങ്കിലും അങ്ങനെ ഒരു കാര്യം അംബാസിഡർ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞുവല്ലോ, അതും തിരുവല്ലക്കാരനായ മലയാളി. എനിക്ക് അങ്ങേയറ്റം ബഹുമാനവും അഭിമാനവും തോന്നി. വേണ്ട നടപടി ഉടനെ എടുക്കാം എന്ന് ഉറപ്പു നൽകി അംബാസിഡർ മീറ്റിംഗ് അവസാനിപ്പിച്ചു. അന്നത്തെ മീറ്റിംഗിൽ ഒരുപാട് ചോദ്യങ്ങൾ, മിക്കതും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിച്ച ഉണ്ണിയേട്ടനെ മല്ലു നഴ്സുമാരുടെ വളയം സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽപ്പെടുത്തി മിഠായി കൊടുത്തുകൊണ്ടേയിരുന്നു. വീരപുരുഷനെ കാണാനും പരിചയപ്പെടാനുമുള്ള എൻ്റെ അവസരം അങ്ങനെ പാഴായി. മാസങ്ങൾക്ക് ശേഷം പ്രധാന നൈറ്റ് ക്ലബ്ബായ ലിവിങ്സ്റ്റോണിൽ വച്ചാണ് ഞാൻ വീണ്ടും ഉണ്ണിയേട്ടനെ കാണുന്നത്. അത് വളരെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഭാര്യയെ കൊണ്ടുവരാൻ വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ഉണ്ണിയേട്ടൻ നല്ല ഫ്രണ്ടും ബാക്കും ഒക്കെയുള്ള ബ്ലോണ്ട് മദാമയുമായി ഏലേലയ്യ പാടി ആടി തിമിർക്കുകയാണ്. വികൃതികളായ ഉണ്ണിയേട്ടൻ്റെ കൈവിരലുകളെ മദാമ കഷ്ടപ്പെട്ട് നിയന്ത്രിക്കുകയായിരുന്നു. കഷ്ടം, ബ്ലോണ്ട് രോഗം പാവം ഉണ്ണിയേട്ടനെയും ബാധിച്ചിരിക്കുന്നു.